അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ റാഗിങ്ങുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ, ഇപ്പോൾ ഷഹബാസിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ കൂടി പലപ്പോഴും ചില സബ്ജക്റ്റുകളിൽ മാത്രമാണ് നമ്മൾ നമ്മുടെ ചർച്ചകളെ ഫോക്കസ് ചെയ്യുന്നത് തോന്നുന്നു. ഇപ്പോൾ ലഹരി, വയലൻസ് ഉള്ള സിനിമകൾ, അതല്ലെങ്കിൽ ശിക്ഷാ നടപടികൾ. എനിക്ക് തോന്നുന്നു അതിനെ കുറച്ചുകൂടി, പ്രത്യേകിച്ച് നമ്മുടെ കൺമുൻപിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് ഇവർ. അപ്പോൾ ഒരു കൂട്ടത്തെ മുഴുവനായിട്ടും പ്രതിക്കൂട്ടിൽ നിർത്തുകയും ബാക്കിയുള്ളവർക്ക് രക്ഷപ്പെടാനും സാധിക്കില്ല. കാരണം പലപ്പോഴും പലതിനെക്കുറിച്ചും കാര്യഗൗരവത്തിൽ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ഉത്തരം കിട്ടാൻ തോന്നും. അപ്പോൾ ഭരണകൂടം, അധ്യാപകർ, അവർക്ക് പഠിപ്പിക്കുന്ന സിലബസ്, പാരൻറ്റിങ്, കുടുംബാന്തരീക്ഷം, ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മളുടെ നിലപാടുകൾ, അത് ഭരണകൂടമാവട്ടെ വ്യക്തികളാവട്ടെ എന്തുമാവട്ടെ, വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട നമ്മുടെ സംസാരങ്ങൾ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്, ഇങ്ങനെ പലതിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ആശ്രയിച്ച് കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ഡിസ്കഷൻ കൂടുതൽ ഡീപ്പായി നടത്തുകയും എന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ കാണുകയും ചെയ്യുകയാണ് നിലവിൽ വേണ്ടതെന്ന്. അത്തരത്തിലുള്ളൊരു ഡിസ്കഷനാണ് ഇൻഷാ അല്ലാഹ് നടക്കേണ്ടതെന്ന് തോന്നുന്നു. അതിൽ ആദ്യമായിട്ട് ആൽഫ ജനറേഷനെ കുറിച്ച് അല്ലെങ്കിൽ ജെൻ സിയെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരാണവർ എന്ന് നമ്മൾ പറയും. നമ്മൾ പോലും ആ കാറ്റഗറിയിൽ പെട്ടതല്ല, പക്ഷേ എന്നാലും നമ്മൾ മനസ്സിലാക്കുന്നു അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരാണവർ. അപ്പോൾ അവരെക്കുറിച്ച് അറിയുക, അവരെക്കുറിച്ച് ബോധ്യമുള്ളവരായി തീരുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് പാരൻറ്റിങ് എന്നതിനെക്കുറിച്ചായിരിക്കും കുറച്ചും കൂടി കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ ഏറ്റവും കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരിടം കൂടിയാണത്. അപ്പോൾ അവരെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് തന്നെ ഇൻഷാ അല്ലാഹ് തുടങ്ങാൻ തോന്നുന്നു. ആ ജനറേഷനെക്കുറിച്ച്, അവരുടെ പ്രത്യേകതകളെക്കുറിച്ച്. പിന്നെ ജനറേഷൻ ആൽഫ എന്നാണ് ഇപ്പോൾ ഈ പുതിയ തലമുറയെ നമ്മൾ പറയാറ്. ഏതാണ്ട് 2010 മുതൽ 2024 വരെ ഇതിനിടയിൽ പിന്നെ ജനിച്ച തലമുറയാണ് നമ്മൾ ജനറേഷൻ ആൽഫ എന്ന് വിളിക്കുന്നത്. ഈ ആൽഫ എന്ന് പറയുമ്പോൾ ഈ ഗ്രീക്ക് ആൽഫബറ്റ് ആണല്ലോ, ഒന്നാണ് ആൽഫ. ഇനി അടുത്തത് ഇപ്പോൾ ബീറ്റ ഗാമ. ബീറ്റ 2025 മുതൽ 2039 വരെ ബീറ്റ, അതിനുശേഷം ഗാമ. അതായത് ഈ ആൽഫയുടെ മക്കളാണ് ഗാമ വരിക. ഇത് പിന്നെ ഗ്രീക്ക് ആൽഫബറ്റ് സ്വീകരിക്കാൻ ഒരു കാരണമുണ്ട്. എന്നുവെച്ചാൽ വീണ്ടും ഒന്നാണ്. അതായത് പഴയ ഒരു ജനറേഷൻ്റെ ഒരു ലാഞ്ചന് പോലും ഇല്ലാത്ത തലമുറയാണ്. അതായത് ഏറ്റവും പുതിയ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേരിട്ട് ഏറ്റവും പുതിയ എന്ന് വെച്ചാൽ ബാക്കി എല്ലാ ജനറേഷനും അതിൻ്റെ മുമ്പത്തെ ജനറേഷൻ ഒരു പൊടി ഇപ്പുറത്തുണ്ടാവും. ഇതാണെങ്കിൽ തീർത്തും വ്യത്യസ്തമായൊരു ജനറേഷനാണ്. അപ്പോൾ നമ്മൾ ഈ ജനറേഷൻ സ്റ്റഡി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ഇപ്പോൾ ഓരോ ജനറേഷൻ വളർന്നു വരുന്ന കുറേ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ പിന്നെ ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ടല്ലോ ഓരോ കാലത്തും. അപ്പോൾ ആ സമയത്ത് വളർന്നു വന്ന തലമുറക്ക് ആ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അവർ വളർന്നു വന്ന സാഹചര്യങ്ങൾ കൂടി വെച്ചിട്ടാണ് എന്ത് ചെയ്യുക. ഇപ്പോൾ ഒരാളുടെ പ്രവൃത്തിയല്ലല്ലോ, അയാളുടെ ഒരു സാഹചര്യം കൂടി ഉണ്ടാവും. ഒരാൾ ചെയ്ത ഒരു പ്രവൃത്തിയും അതിൻ്റെ ചുറ്റുള്ള സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തിയിട്ടാണ് ഒരാൾ എന്ത് ചെയ്യുക, നമ്മൾ വിലയിരുത്തുക എന്ന് പറയുന്നത്. അപ്പോൾ ജനറേഷൻ ആൽഫ എന്ന് പറയുമ്പോൾ തീർത്ത് 2010 മുതലാണല്ലോ. അപ്പോൾ ആ കാലത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇൻസ്റ്റ, ഐപോഡ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാലമാണ്. തീർത്തും ഈ കുട്ടികൾക്ക് എന്തല്ല, ഇതിന് മുമ്പുള്ളൊരു കാലം ഓർമ്മയില്ല. എങ്ങനത്തെ ടച്ച് സ്ക്രീൻ അല്ലാത്തൊരു കാലം ഈ കുട്ടിയുടെ മെമ്മറി ഇല്ല. തീർത്തും ടച്ച് സ്ക്രീന് ഇത് അങ്ങനെ വന്ന സ്മാർട്ട് ഫോണുകളുടെ ലോകത്തേക്ക് വന്നൊരു ജനറേഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റേതായ കുറേ പ്രത്യേകത ആ തലമുറക്കുണ്ട്. ഇപ്പം അവരെ ജനറേഷൻ സി എന്ന് പറയും. എന്നുവെച്ചാൽ COVID-19 ആ കാലത്ത് വളർന്ന തലമുറ എന്നുള്ളതുകൊണ്ട് അവരെ അങ്ങനെ വിളിക്കാറുണ്ട്. പിന്നെ അപ്പേജേഴ്സ് എന്ന് വിളിക്കും. എന്ന് വെച്ചാൽ ഈ തലമുറക്ക് എന്താണ്, നേരത്തെ തന്നെ എന്താണ് പക്വത വരും. അതുകൊണ്ട് നേരത്തെ പക്വത വരുമ്പോൾ അപ്പേജേഴ്സ് എന്ന് വിളിക്കുന്നുണ്ട്, സ്ക്രീനേജ് എന്ന് വിളിക്കും, ജനറേഷൻ ഗ്ലാസ് എന്ന് വിളിക്കും. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരുപാട് പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര, നമുക്കറിയാം നമുക്ക് വേറൊരു കാലം ഓർമ്മയുണ്ട്. ഏത്, നമ്മൾ അത്ര സ്പീഡല്ലാത്തൊരു കാലം, നമ്മൾ ചെറുപ്പത്തിൽ വന്ന ഒരു കാലത്തൊക്കെ. ഇന്ന് നമുക്ക് ഒരാൾക്ക് എന്ത് ചെയ്യാം, ഒരാൾ ചെയ്യേണ്ട അല്ല, ഒരു 10-100 ആൾക്കാർ ചെയ്യുന്ന പണി നമുക്ക് സിമ്പിളായിട്ട് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാലം. നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ AI ടൂളൊക്കെ വെച്ചിട്ട് വളരെ സ്പീഡിലല്ലേ നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് മുമ്പ് മരിച്ചു പോയൊരു ജനറേഷൻ ഈ ഭാഗ്യം കിട്ടിയിട്ടില്ല. ഈ AI ടൂൾ വെച്ചിട്ട് പെട്ടെന്ന് ChatGPT ഇതൊക്കെ ഉപയോഗിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമെന്ന് അവർക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ വൈകിട്ടൊരു വേഗതയുള്ളൊരു കാലത്തെത്തി. വേഗതയുള്ള കാലത്തേക്ക് തന്നെ ആ ഒരു കാലത്തേക്ക് ജനിക്കുന്ന ഒരു ജനറേഷൻ എത്രമാത്രം ഭയങ്കര പൊട്ടൻഷ്യലുള്ള ഒരു ജനറേഷൻ. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പണ്ട് പിന്നെ വേസ്റ്റ് ചെയ്ത ഒരുപാട് സമയം അത്രയൊന്നും അവർക്ക് എന്ത് ചെയ്യില്ല, ഒരു കാര്യം ചെയ്യാൻ ടൈം. അപ്പോൾ അവരുടെ ആ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യാം, ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഒരുപാട് സാധ്യതകളുള്ള ഒരു ജനറേഷനാണ് ഈ ജനറേഷൻ. പിന്നെ ഈ MN വിജയൻ സാറ് ഒരിക്കൽ പിന്നെ ഒരു ഇതിൽ പറയുന്നുണ്ട്, അദ്ദേഹം എഴുതിയൊരു സാധനത്തിൽ പറയുന്നുണ്ട്, ക്ലാസ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ട കുട്ടി
അത് ആരുടെ പരാജയമാണ്? അധ്യാപകൻ്റെ പരാജയമാണ്. അപ്പോൾ ഈ ഒരു ജനറേഷന് പ്രശ്നം എന്ന് പറയുന്നത് ആരുതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുതിർന്ന ആളുകളുടെ, ടീച്ചേഴ്സിൻ്റെ, പേരൻസിൻ്റെ എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. അതിൽ എത്രത്തോളം ഈ ടീച്ചേഴ്സിൻ്റെത് എന്നൊക്കെ പറയുമ്പോഴും ഈ ജനറേഷനെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ളതിൽ അത്ര കാര്യമായ സ്റ്റഡി നടക്കുന്നില്ല എന്ന് തോന്നുന്നു. കാരണം നമ്മളുടെ സിലബസ്, ടീച്ചേഴ്സ്, ഇവരൊന്നും ഇവരെ എങ്ങനെ വളർത്താൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് അത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് പൊതുവിൽ തോന്നുന്നത്. അതെ അതെ, കുടുംബാന്തരീക്ഷം. അപ്പം അതിൽ ഇപ്പം ഇങ്ങനെ നമ്മുടെ ജനറേഷൻ, എല്ലാ ജനറേഷനും അവരുടേതായ പ്രത്യേകതകളും അവരുടേതായ മൂല്യങ്ങളും കഴിവുകളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെയും എനിക്ക് തോന്നുന്നത് ഓരോ ജനറേഷനിലും അതുണ്ടാക്കുന്ന ഇപ്പം നാഗരികതയുടെയും സംസ്കാരത്തിൻ്റെയൊക്കെ വികാസത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അത് പല രൂപത്തിൽ പ്രതിഫലിക്കുന്നത് ഒരു സംഗതി കൂടിയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇപ്പോൾ ആൽഫ ജനറേഷനെ കുറിച്ചും ജെൻസിയെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു സംഗതി ഉണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മൾ വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ മുമ്പ് കാലത്ത് നമുക്കിപ്പോൾ പാരൻറ്റിങ്ങിൻ്റെ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു, ഇപ്പോൾ രക്ഷിതാക്കളോടും അധ്യാപകരോടും ഒക്കെ മുതിർന്നവരോടൊക്കെ ഉള്ള ഒരു ബഹുമാനം എന്ന് പറയുന്നത്, അതിപ്പോൾ ബഹുമാനമില്ല എന്നല്ല, ആ ചർച്ചയല്ല. ബഹുമാനത്തിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മളെക്കാൾ വിവരമുള്ളവരാണ് അവർ. ഇപ്പോൾ എൻ്റെ അധ്യാപകൻ എന്നേക്കാൾ വിവരമുണ്ട്, ഉപ്പാക്ക് എന്നേക്കാൾ വിവരമുണ്ട്, ഉമ്മാക്ക് വിവരമുണ്ട്. പക്ഷേ ടെക്നോളജി സാധ്യമാക്കിയ ഒരു സംഗതി എന്ന് പറയുന്നത് മുതിർന്നവരെക്കാൾ ഒരു പക്ഷേ പുതിയ കാരണം ഈ പറഞ്ഞതുപോലെ ടെക്നോളജിയിലേക്ക് പിറന്നു വീണ മക്കളാണ്. അവർക്കത് കുറച്ചുകൂടി കൂടുതൽ ആക്സസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വിവരങ്ങൾ ധാരാളമായിട്ട്, ഇപ്പോൾ ഇൻഫർമേഷൻ്റെ വലിയ വിപ്ലവമാണ്. ആ വിപ്ലവം ധാരാളമായിട്ടത് ലഭിക്കുന്നത് ഈ തലമുറയിലെ കുട്ടികൾക്കാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കോവിഡാനന്തരം നമുക്കറിയാം ഈ ഡിജിറ്റൽ പഠനത്തിലേക്കും മറ്റൊക്കെ ധാരാളമായിട്ട് മാറിയപ്പോൾ അധ്യാപകരെക്കാളും അതുപോലെ തന്നെ രക്ഷിതാക്കളെക്കാളും പല കാര്യങ്ങളിലും വിവരമുള്ളവരായിട്ട് മക്കൾ മാറണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോക്കായും വിവരം എനിക്കുണ്ട് എന്ന് പറയുന്നൊരു തോന്നലിൽ നിന്നുണ്ടാവുന്ന ഒരു സംഗതി കൂടി ഉണ്ടാവുന്നുണ്ട് എന്ന പല വർത്തമാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലെത്രത്തോളം ഇതുണ്ട്, അതായത് ഇപ്പോൾ അതുപോലെ ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരുപാട് ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഈ തലമുറയിൽ ഉണ്ടാവുമ്പോൾ തന്നെ ഇപ്പോൾ മൂല്യങ്ങളെക്കുറിച്ചുള്ള സംസാരങ്ങളിലാണ് ഇത് വരാറ്. അപ്പോൾ ഈ ചർച്ച പലപ്പോഴും അതാണല്ലോ, അതായത് മുമ്പ് കാലത്തുണ്ടായിരുന്ന മൂല്യങ്ങളൊന്നും പുതിയ തലമുറക്കില്ല, അല്ലെങ്കിൽ ആ മൂല്യങ്ങളൊന്നും അവർ വില വെക്കുന്നില്ല. അപ്പോൾ അതിൽ ചിലർ പറയുന്നു പഴയ മൂല്യങ്ങളൊന്നും വേണ്ടതില്ല എന്ന് വാദിക്കുന്നവരുണ്ട്. അതായത് മനുഷ്യൻ ഇങ്ങനെ വളരുന്നതനുസരിച്ച് മൂല്യങ്ങളൊക്കെ മാറുക. അപ്പോൾ അങ്ങനെയാണോ മൂല്യങ്ങൾ ഓരോ കാലത്തും മാറിക്കൊണ്ടിരിക്കുകയാണോ വേണ്ടത്? അതല്ല, ഇങ്ങനൊരു മൂല്യങ്ങളെല്ലാം എപ്പോഴും ഉണ്ടാവണം, പക്ഷേ ഇപ്പോഴത്തെ തലമുറക്ക് അത് നഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയുന്നൊരു സംഗതി, അത് എങ്ങനെയാണ് അതിലൊരു നിരീക്ഷണം? ഇതിൽ ആദ്യം പറഞ്ഞൊരു സംഗതി, നമുക്കറിയാം വീട്ടിൽ ഒരു ഡിവൈസിന്റെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നേരെ കുട്ടികളെ അടുത്താണ് നമ്മൾ ചെല്ലുക, ഇതൊന്ന് ശരിയാക്കി തരും എന്ന് പറയുന്നത്. സംഗതി ആർക്കും നോക്കി ചെയ്യാവുന്ന ഒരു കാര്യം ഉണ്ടാവുള്ളൂ. ഇതിൽ വരുന്ന സംഗതിയാണ് ഈ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്ന സാധനം. അതായത് ഒരു ഘട്ടത്തിൽ ജനറേഷൻ തമ്മിൽ ഒരു ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇതൊക്കെ കുട്ടിക്കേ അറിയോ, എനിക്കത് പഠിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു തോന്നൽ വരുന്നുണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ തന്നെ ഡിവൈഡ് വന്നേ, ആർക്കും പഠിച്ചെടുക്കാവുന്ന കാര്യമില്ലുള്ളൂ. ഈ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയും, അതായത് യുവാൽ നോഹ ഹരാരി അദ്ദേഹത്തിൻ്റെ 21 Lessons for the 21st Century എന്ന് പറയുന്ന പുസ്തകത്തിലാട്ടോ ഇനി വരുന്ന ജനറേഷന് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്ന് എനിക്ക് പറയാൻ പറ്റൂല. കാര്യം ഇന്നുള്ള ജോലി നാളെ ഉണ്ടാവില്ല. പണ്ട് നമുക്കറിയില്ല, നമ്മൾ ഹോസ്പിറ്റലൊക്കെ ലിഫ്റ്റ് ഓപ്പറേറ്റർമാരുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു സംഗതി ഇല്ല. അപ്പോൾ നമ്മളറിയാതെ തന്നെ ഓരോ സംഗതിയും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കാലം ഇങ്ങനെ പോകുമ്പോൾ കുട്ടികളോട് എന്ത് പറയാൻ പറ്റൂല, ഇന്ന കോഴ്സ് നീ പഠിക്കണം എന്ന് എനിക്ക് പറയാൻ പറ്റൂല. ഇവർ പറഞ്ഞതാ ഫ്ലെക്സിബിൾ ആവാം. കുട്ടികളെ ഉപദേശിക്കേണ്ടത് ഫ്ലെക്സിബിൾ ആവാനാണ്. വെച്ചാൽ ആ കാലത്തിന് ആപ്റ്റായിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ്. മുതിർന്നവരുടെ പ്രശ്നത്തിൽ ഇത് എനിക്ക് പറ്റൂല എന്നുള്ളൊരു തോന്നൽ വരാം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്ത് ഒരു ഡിജിറ്റൽ ഡിവൈഡ് സംഭവിക്കുകയാണ്. അപ്പോൾ കുട്ടികളുടെ ഒരു വേൾഡ് വേറെ ആയിത്തീരുന്നു. കാരണം നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു ലോകമാണ് എന്ന് പറയുമ്പോൾ കുട്ടികൾ വേറെ ലോകത്ത് പോകും. അതുപോലെ എന്ത് ചെയ്യും, മറ്റേ മുമ്പ് നമ്മൾ നടത്തിയ സോൾഡാരിറ്റി നടത്തിയൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അതിന് ടൈറ്റിൽ തന്നെ വളരാം മക്കൾക്കൊപ്പം എന്നായിരുന്നു. അതായത് ഈ വിഷയം വെച്ചിട്ടാണ്, അതായത് മക്കൾ വളരുന്നുണ്ട്, മക്കൾ ഇങ്ങനെ വളരുന്നുണ്ട്, വലുതാകുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ച് ഈ പറഞ്ഞ പോലെ രക്ഷിതാക്കൾ വളരുന്നുണ്ടോ എന്ന് പറയുന്നു. കാരണം പലപ്പോഴും ഈ പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട്, അത് എനിക്കറിയില്ല, അതൊക്കെ ഓരോ കാര്യമാണ്, അതിലും എനിക്കറിയില്ല, എന്നാൽ അതൊന്നും നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നൊരു ബോധം ഉണ്ടാക്കുന്നൊരു പ്രശ്നം എന്താ വെച്ചാൽ മക്കളുടെ ലോകത്തെ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. മക്കളുടെ ലോകത്തെ മനസ്സിലാക്കാൻ പോകുമ്പോൾ സംഭവിക്കുന്നത് അതിൽ നമുക്ക് ഗൈഡൻസ് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ മക്കളെ സംബന്ധിച്ചിടത്തോളം
രക്ഷിതാക്കളുടെ ഗൈഡൻസ് ആവശ്യമാണ്. അവരത് ആഗ്രഹിക്കുന്നുണ്ടാവും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വേർതിരിച്ചറിയാനൊന്നും അങ്ങനെ ആ ഒരു പ്രായത്തിൽ കഴിയണമെന്നില്ല. അവരുടെ മുന്നിൽ ഒരുപാട് സാധ്യതകളും ഒരുപാട് ലോകവും ഒരുപാട് സംഗതികളും ഉണ്ടാവും. അപ്പോൾ അതിൽ ഇന്നത് വേണം അല്ലെങ്കിൽ ഇന്നത് വേണ്ട, എന്നത് യോജിച്ചതാണ് എന്നൊക്കെ ഒരു ഗൈഡൻസ് കൊടുക്കണമെങ്കിൽ അതിനെക്കുറിച്ച് അറിവ് വേണം. ഇപ്പോൾ മക്കൾ കളിക്കുന്ന ഗെയിംസ് ഏതാണ്, അവർ ഫോളോ ചെയ്യുന്ന സെലിബ്രിറ്റീസ് ആരാണ്, അതുപോലെ അവർ ഫോളോ ചെയ്യുന്ന ചാനൽസ് ഏതാണ് എന്നത് മാത്രമല്ല, അവരുടെ ഒരു വേൾഡ്, അവരുപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ഏതാണെന്ന് പോലും നമുക്ക് അറിയണ്ടാവില്ല. കാരണം നമുക്കൊരു ഫേസ്ബുക്ക്, കൂടിപ്പോയ ഇൻസ്റ്റഗ്രാം, അതിൽ നിൽക്കുകയാണ് നമ്മളുടെ ഒരു തലമുറയിൽ. എന്നാൽ അതിലപ്പുറം എന്തൊക്കെയോ സോഷ്യൽ മീഡിയ കാര്യങ്ങളുണ്ട്. ആ ലോകത്തെക്കുറിച്ച് നമുക്ക് അറിവില്ലാതാവുമ്പോഴുള്ള പ്രശ്നം ഈ ഗൈഡൻസ് പോലും നമുക്ക് ശരിക്കും പാരൻറ്റിങ്, അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഇൻവെസ്റ്റ്മെൻറ്റ് പാരൻറ്റിങ് എന്ന് പറയുമ്പോൾ സംഭവിച്ചു പോകുന്നതാണ്. അപ്പം പ്രഗ്നൻ്റായി, കുഞ്ഞ് ജനിച്ചു, ഞാൻ ഉമ്മയായി അല്ലെങ്കിൽ ഞാൻ അച്ഛനായി എന്നതിനപ്പുറത്തേക്ക് നമ്മൾ അതിനെ കാര്യഗൗരവത്തോടുകൂടി സമീപിക്കുന്നുണ്ടോ എന്നുള്ളത് ഇനിയെങ്കിലും നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വലിയൊരു അപകടത്തിലേക്കായിരിക്കും നമ്മൾ പോവുക. നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കുട്ടിക്ക് ഇതറിയാമെന്ന് നമ്മൾ അഭിമാനത്തോടുകൂടി പറയുമ്പോൾ പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട്, കുട്ടിക്കറിയാമെന്നതിനോടൊപ്പം എനിക്കും അതറിയാമെന്നതിലേക്ക് നമ്മൾ വളരേണ്ടതുണ്ടാകും. കാരണം ചിലപ്പോഴൊക്കെ നമ്മൾ പറയല്ലേ, പൊളിയാന്ന് കേട്ടോ, സൂപ്പറാ, നമുക്ക് പൊളിക്കാം എന്നൊക്കെ കുട്ടികളുടേതായ അവരുപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷയിൽ പാരൻസ് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി എന്ത് ചെയ്യുന്നു, അവരുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുന്നുണ്ടോ. അപ്പോൾ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ പറയുന്നതൊക്കെയല്ലേ, അത് വിട്ടുകൊടുത്തേക്കിടാന്ന് പറയുമ്പോൾ പിന്നെ വീട്ടാനുള്ളതാണ്, പിന്നെ പക വീട്ടാനുള്ളതാണ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സാധനമാണല്ലോ. എന്ന് പറയുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ അതങ്ങനെയല്ല മോനെ എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റണമെങ്കിൽ ഇങ്ങനെ ഒരു സാധനം വൈറലായി കിടക്കുന്നുണ്ട് എന്നത് പാരൻസ് അറിയേണ്ടി വരും. എനിക്ക് തോന്നുന്നു പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പലർക്കുള്ള വലിയൊരു വിഷയമാണ് ഇതെങ്ങനെയാണ് ഡീൽ ചെയ്യുക എന്നുള്ളത്. വലിയൊരു ക്വസ്റ്റ്യനാണെന്ന് തോന്നുന്നു. എങ്ങനെയാണ് ഇവർ ഡീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ധാരാളമായിട്ടുണ്ടാകും, സിനിമകളുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാകും. ഇപ്പോൾ മാർക്കോ പോലെയുള്ള സിനിമകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇവർ കാണുന്നത് എന്ത്, മാത്രമല്ല ചെറുപ്രായത്തിൽ ഇവർ കളിക്കുന്ന ഗെയിം എന്താണ്. ഇപ്പോൾ ഷഹബാസിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ബാക്ക് സ്ക്രീനിൽ ഉണ്ടായിരുന്നത്, പിന്നെ ആ ഗെയിമുമായി ബന്ധപ്പെട്ടിട്ട് ഡിസ്കഷൻ വരുന്നുണ്ട്. നിരന്തരമായി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നിൻ്റെ സ്വാധീനം, അടിയുണ്ടാക്കുക, വെടിവെക്കുക, കൊല്ലുക. അപ്പോൾ ഇത് എങ്ങനെയാണ്, ഇത് പാരൻസ് അറിഞ്ഞ് മനസ്സിലാക്കി ഇതിനോടുകൂടെ പോകുമ്പോഴാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഡീൽ ചെയ്യുക എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യനാണെന്ന് തോന്നുന്നു. ഡിജിറ്റലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് സിനിമ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞ കാര്യം നിരന്തരമായിട്ട് പറയേണ്ടത് ഇതിൻ്റെ ഒരു പരിഹാരത്തിലേക്കാണ്. ഇതിൽ ഒരു സാധനം കൂടി എനിക്ക് തോന്നിയത്, പുതിയ കാലത്ത് ഈ ജനറേഷൻ ഓരോന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരും ഓരോരുത്തരുടെ ഒരു ലോകം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയേൻ്റെ ഒരു പ്രത്യേകത, ഒരാൾ ഏത് ലോകമാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അത് അയാൾ അറിയാതെ ക്രിയേറ്റ് ചെയ്യപ്പെടുക. ഞാൻ ഒരു വീഡിയോ കണ്ടാൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അടുത്ത വീഡിയോ. അപ്പോൾ ഏതോ ഒന്നിൽ ഒരു കുട്ടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എക്സ്പേർട്ടായിരിക്കും. കാരണം അത്രയും വീഡിയോസും പിന്നെ തുടർന്ന് വന്നുകൊണ്ടിരിക്കും. അൽഗോരിതം അനുസരിച്ച് ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ആ മേഖലയിൽ ചിലപ്പോൾ ഒരറിവും ഉണ്ടാവില്ല. ഇയാൾക്ക് സോഷ്യൽ മീഡിയയിൽ എൻഗേജ് ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പോൾ അതിൽ A to Z അറിയായിരിക്കും. അപ്പോൾ ഏതിലേക്കാണ് പോകുന്നത് എന്ന് ഒരു കുട്ടിക്ക് ചിലപ്പോൾ അറിയില്ല. അതിങ്ങനെ എത്തിപ്പെടുകയാണ്. അതിൽ ഏതിലേക്ക് പോകണം എന്നുള്ളൊരു ഗൈഡൻസ് കൊടുത്താൽ ചിലപ്പോൾ ഇതിൻ്റെ ഒരു സാധ്യത ഒരുപാട് ഉപയോഗപ്പെടുത്താൻ കഴിയും. പുതിയ കാലത്തുള്ള സാധ്യതയെ ഉപയോഗപ്പെടുത്താൻ ഏത് കാര്യങ്ങളിലേക്കാണ് സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എന്തിലേക്കാണ് പോകേണ്ടത് എന്നുള്ള ഒരു ഗൈഡൻസ് എങ്കിലും നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. പാരൻറ്റിങ് പോലെ തന്നെ പ്രധാനമാണ് ഈ സാമൂഹികാവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ പറയാനുള്ളത്, ഇപ്പോൾ പുതിയ തലമുറയിൽ വയലൻസ് കൂടുന്നു. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഇന്ത്യയിൽ ഏറ്റവും വയലൻസ് കാണിക്കുന്നത് ഏത് തലമുറയാണ്? ഇപ്പോൾ നിലവിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹികാവസ്ഥ എടുത്ത് നോക്കുക. ഇവിടുത്തെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം കാണിക്കുന്ന വയലൻസ് എത്ര വലുതാണ്. ഇപ്പോൾ ഗർഭിണിയുടെ വയറ് കുത്തി തുറക്കുന്നവർ, അതുപോലെ തന്നെ ആളുകൾ അടിച്ചു കൊല്ലുന്നവർ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 2 ദിവസം മുമ്പ് രാജസ്ഥാനിൽ 1.5 മാസം പ്രായമായ കുഞ്ഞിനെ പോലീസുകാരൻ ചവിട്ടി കൊന്നത്. ഇതൊക്കെ ഏത് ജനറേഷനാണ്? ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം കൊലപാതകളെ മാലയിട്ട് അനയിക്കുന്ന ഒരു സൊസൈറ്റി ഇവിടെ ഉണ്ട്. പക്ഷേ ഈ പുതിയ ജനറേഷൻ്റെ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് വാചാലരാവുന്നവരൊന്നും ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. ഈ സാമൂഹികാവസ്ഥ, ഇപ്പോൾ ഈ ഡിജിറ്റൽ ഗെയിംസ് കാര്യങ്ങളൊക്കെ സ്വാധീനിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഒരു സാമൂഹിക സാഹചര്യം ആളുകളെ സ്വാധീനിക്കും എന്ന് പറയുന്നത് വളരെ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ പോലും പരസ്പരം എന്താണ് ഫുള്ള് അടിയും ബഹളമൊക്കെ തന്നെയാണ്. പ്രശ്നം പറയുമ്പോൾ
ഇത് എല്ലാ കാലത്തും ഈ അടികൾ, ഇതിനേക്കായ രൂക്ഷമായ അടികളും റാഗിങ്ങും പ്രശ്നങ്ങളൊക്കെ എല്ലാ കാലത്തും ഉണ്ട്. ഇപ്പോൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, വിദ്യാർത്ഥി സംഘടനകളൊക്കെ പലരും കയ്യൂക്കിൻ്റെ കരുത്തിലാണല്ലോ ക്യാമ്പസ് ഭരിക്കുന്നത്. അതായത് കയ്യൂക്കുള്ളവനാണ് ഇവിടെ ജയിക്കുക. അതിൻ്റെ പ്രകടമായ ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. മറ്റു പാർട്ടിക്കാരനെ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുക, അവൻ്റെ കൊടി നശിപ്പിക്കുക, അവൻ്റെ പോസ്റ്റർ നശിപ്പിക്കുക, ഇലക്ഷനിൽ നോമിനേഷൻ നൽകിയാൽ അവരെ അടിക്കുക, അവർക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കുക. ഇതൊക്കെ ഈ പറഞ്ഞ മാതിരി ഇതൊന്നും ആൽഫ ജനറേഷനും ജൻസി ഒന്നല്ല. എനിക്ക് തോന്നുന്ന കുറച്ച് പുതിയ കാലത്ത് നോക്കിയാലേ പിന്നെ മുമ്പത്തെ കേരളത്തിലെ സാഹചര്യം തന്നെ നോക്കിയാൽ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്ര ഇല്ലാന്ന് പറയാം. ഈ പുതിയ തലമുറയുടെ കുറച്ചുകൂടി ഇൻക്ലൂസീവ് ആണ് എന്ന് പറയുന്ന ഒരു ഇത് പറയാറുണ്ട്. അതായത് ആൽഫ ജനറേഷനെ കുറിച്ച് അവരുടെ ഇത് പറയുമ്പോൾ കുറച്ചും കൂടി ഇൻക്ലൂസീവ് ആണ്, എല്ലാത്തിനും ഉൾക്കൊള്ളുന്ന. അതീ പറഞ്ഞ പോലെ പല സ്വാധീനങ്ങൾ അതിലുണ്ടാവും. കുറച്ചും കൂടി മറ്റുള്ളവരെ കൂടി ഉൾക്കൊള്ളുന്ന രീതിയിൽ ഉള്ള ഒരു മാനസികാവസ്ഥ ഉള്ളവരും കൂടി ഇതിലുണ്ട് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ അതിൽ വരാറുണ്ട്. അതിൽ പിന്നെ എവിടെ പണ്ട് വായിച്ചൊരു സാധനമാണ്, ഈ കുട്ടികളുടെ ഇപ്പോഴത്തെ പുതിയ തലമുറ ഒരേ ഒരു പ്രശ്നം എന്നുള്ളത് അവരെ ഗൈഡ് ചെയ്യുന്നത് നമ്മളായി പോയി എന്നുള്ളതാണ്. എന്നുവെച്ചാൽ എങ്ങനെ ഗൈഡ് ചെയ്യണം എന്നറിയാത്ത ഒരു കാരണം ഇത് തീർത്തും പുതിയൊരു സാഹചര്യമാണല്ലോ, ഇവിടുത്തെ പ്രശ്നങ്ങൾ പുതിയതാണ്. അപ്പോൾ ഇവരെ എങ്ങനെ ഗൈഡ് ചെയ്യണം എന്ന് പറയുന്ന, ഇപ്പോൾ നേരത്തെ പറഞ്ഞ കുട്ടികൾക്ക് എന്ത് ചെയ്ത് ഡിവൈസ് കൊടുത്ത് ഈ കുട്ടി എന്ത് കാണണം എന്ന് കൊടുക്കുന്ന ആൾ തീരുമാനിക്കണമല്ലോ. അതിനെ കുറിച്ചിട്ട് ആർക്കും അറിയില്ല, ഈ കൊടുക്കുന്ന പേരൻസിനും ആർക്കും അറിയില്ല എന്താണ് കുട്ടി ഇതിൽ കാണേണ്ടത്. അപ്പോൾ അതിനാണ് ഈ പിന്നെ ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറയുന്നത്. അത് കുട്ടികൾക്ക് വേണം. അപ്പോൾ കുട്ടി ഒരു ഡിവൈസ് കിട്ടി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഞാൻ എന്താണ് കൺസ്യൂം ചെയ്യേണ്ടത്. ഗെയിം പോലും നമ്മൾ ഗെയിമിന്റെ കാര്യത്തിലാണെങ്കിൽ നല്ല ഗെയിമുകളുണ്ട്, കുട്ടികളുടെ പ്രൊഡക്ടിവിറ്റി ഇതാക്കുന്ന. ഇപ്പോൾ മൈൻക്രാഫ്റ്റ് ആണ് നമ്പർ 1 ഗെയിമായിട്ട് കുട്ടികൾ കളിക്കുന്നത്. അതിൻ്റെ ക്രിയേറ്റീവ് മോഡ് വളരെ നല്ല സാധനം, ഓരോ സാധനം പുതിയ പുതിയ ക്രിയേഷൻ ചെയ്യുകയാണ്. അതിൻ്റെ തന്നെ എഡ്യൂക്കേഷൻ വർഷം ഉണ്ട്, പിന്നെ മൈൻക്രാഫ്റ്റ് എഡ്യൂക്കേഷൻ. അത് ഇത് അറിഞ്ഞാലേ ഉള്ളൂ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കുട്ടിക്ക് ഗെയിം വെച്ചിട്ട് എങ്ങനെ പഠിക്കാൻ പറ്റും എന്നുള്ളപ്പോൾ ഗെയിം ഭയങ്കര അഡിക്ഷനായ കുട്ടികളുണ്ടാവും. അവർക്ക് അവരോട് ജസ്റ്റ് അവരെ എന്ത് ചെയ്യുക, മോനെ നമുക്കൊരു ഗെയിം ഉണ്ടാക്കിയാലോ എന്നൊരു തോട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അഡിക്ഷനുള്ള കുട്ടി നന്നായിട്ട് ഗെയിം ഡെവലപ്പ് ചെയ്യുന്ന ഒരാളായി തീരും. അവർക്ക് സ്ക്രാച്ച് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ, code.com ഇതൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഡിജിറ്റൽ ലിറ്ററസിയുടെ പ്രശ്നമുണ്ട്. അതായത് ഈ ഡിജിറ്റൽ ഡിവൈസിനെ എങ്ങനെ യൂസ് ചെയ്യണം, രണ്ട് എക്സ്ട്രീം ഉണ്ടാവും. ഒന്നുകിൽ നീ ഉപയോഗിക്കണ്ട എന്ന് പറയും, അല്ലെങ്കിൽ അത് ഇട്ട് കൊടുക്കും. പക്ഷെ എന്ത് ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചിട്ട് അത് ഇപ്പോഴത്തെ ഈ ടീച്ചേഴ്സിൻ്റെയും അതുപോലെ പേരൻസിൻ്റെയൊക്കെ റോൾ എന്ന് പറയുന്നതാണ്. കുട്ടികളെ ഇപ്പോൾ ഗൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ആ കുട്ടി ഏത് ലോകത്താണ് ഉള്ളത് നമ്മൾ അറിയണം, എന്നാലേ നമുക്ക് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സിലബസ് പോലും നമ്മൾ അങ്ങനെ ഏതോ കാലത്തുള്ള ഡിജിറ്റൽ ഏജ് ഈ ഒരു കാലത്തെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സിലബസോ ഒന്നുമല്ലല്ലോ. അവരുടെ കുട്ടികളുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ സിലബസിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ, ഈ യൂണിസെഫ് മുമ്പൊരു സമ്മേളനം നടത്തി. സമ്മേളനം എന്ന് പറഞ്ഞാൽ ഈ ബാലാവകാശ പ്രവർത്തകർ, കൗമാര സ്പെഷ്യലിസ്റ്റ് അവരൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടൊരു ഇൻ്റർനാഷണൽ തലത്തിലൊരു മീറ്റിംഗ് സംഘടിപ്പിച്ചിരുന്നു. ഈ കൗമാരകാലത്തിൻ്റെ പുതിയ പ്രവണതകളെക്കുറിച്ചുള്ള ഒരു ചർച്ചയായിരുന്നു. അപ്പോൾ അതിൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്. അവർ 3 കാര്യങ്ങൾ, അൺഹെൽത്തി ട്രയഡ് ഓഫ് അഡോളസൻസ് എന്ന് പറഞ്ഞിട്ട്, കൗമാരത്തിൻ്റെ അനാരോഗ്യകരമായ ത്രികോണം എന്ന് പറഞ്ഞിട്ട് 3 പ്രശ്നങ്ങൾ, നമ്മളൊക്കെ പറയുന്ന പ്രശ്നങ്ങളാണ്. ഒന്ന് ലഹരിയുടെ ഉപയോഗം അത് വർദ്ധിച്ചതിനെക്കുറിച്ചും, അതുപോലെ തന്നെ ലൈംഗികതയുമായി ബന്ധപ്പെട്ട വളരെ അനാരോഗ്യകരമായ ഒരുപാട് പരീക്ഷണങ്ങൾ, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ സ്വന്തത്തോടോ മറ്റുള്ളവർക്കെതിരെയോ ഒരു അക്രമ സ്വഭാവം. ഇങ്ങനെ ഒരു 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പുതിയ കൗമാര പ്രായത്തിൽ, അത് പുതിയ എന്നല്ല, പൊതുവിൽ കൗമാര പ്രായത്തിൽ ഉണ്ടാകുന്ന ഒരു സംഗതി. അപ്പോൾ അത് പുതിയ കാലത്തെത്തുമ്പോൾ അതിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കൂടിയത് കൊണ്ട് അത് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിന് അവർ പരിഹാരമായിട്ട് പറയുന്ന നിർദ്ദേശിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ലൈഫ് സ്കിൽ എഡ്യൂക്കേഷനാണ്. ലൈഫ് സ്കില്ലുകളുടെ എഡ്യൂക്കേഷനും കൊടുക്കുക എന്നുള്ളതാണ്. അത് നമ്മളുടെ സിലബസ് വഴി, സ്കൂൾ വഴി, പാഠപദ്ധതി വഴി അത് കൊടുക്കണം എന്നാണ്. അപ്പോൾ ഈ ലൈഫ് സ്കില്ലുമായി ബന്ധപ്പെട്ട് 10 കാര്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ജീവിത നിപുണതകൾ എന്ന് പറഞ്ഞിട്ടാണ് അതിനെ പറയുന്നത്. ആത്മാവബോധം, അനുതാപം, ആശയവിനിമയ ശേഷി, വ്യക്തിബന്ധ വികസന ശേഷി, തീരുമാനമെടുക്കൽ ശേഷി, പ്രശ്നപരിഹാര ശേഷി, ഗുണദോഷ യുക്തി വിചാരം, സർഗാത്മക ചിന്ത, സമ്മർദ്ദങ്ങളുമായി പൊരുത്തപ്പെടുക, വൈകാരിക ക്രമീകരണം, അങ്ങനെ തുടങ്ങി അവരുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ലൈഫ് സ്കില്ലുകൾ പഠിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനെ മുൻനിർത്തിയിട്ട് കേരളത്തിൽ SCERT അടക്കം ഒരു മൊഡ്യൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആകാശപ്പറവകൾ, ഉല്ലാസപ്പറവകൾ എന്നാണ് ആ മൊഡ്യൂളിൻ്റെ പേര്. അത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ നിർദ്ദേശം എന്ന് പറയുന്നത് 1ാം ക്ലാസ് മുതൽ +2 വരെ വർഷത്തിൽ 20 മണിക്കൂർ ഈ ലൈഫ് സ്കിൽ പഠിപ്പിക്കാനുള്ള, അതിനെ പ്രത്യേക പല രീതിയിൽ പരീക്ഷിക്കുക എന്നുള്ള, അത് കേവലം ഓറലി പഠിപ്പിക്കുകയല്ല, അത് പല രീതിയിൽ അത് പഠിപ്പിക്കുക എന്നുള്ളതാണ്.
അതൊക്കെ നിർദ്ദേശം വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഈ പറഞ്ഞതുപോലെ നടപ്പാക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം അത് നടപ്പാക്കപ്പെടുന്നില്ല. അത് പിന്നെ 1 വർഷം 20 മണിക്കൂർ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം എന്നൊക്കെയാണ്. അപ്പോൾ ശരിക്ക് ഐഡിയാസൊക്കെ ഈ പറഞ്ഞ മാതിരി പലയിടത്തും ഉണ്ട്. പക്ഷെ പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ ഇവിടെ എത്തുന്നില്ല എന്നുള്ളൊരു പ്രശ്നം അതിലുണ്ട്. അതിൽ പിന്നെ ഈ പറഞ്ഞ ഇപ്പോഴത്തെ പ്രശ്നങ്ങളുണ്ടല്ലോ കുട്ടികൾക്കുള്ള, ഇപ്പോൾ നമ്മൾ പറയും ഫോമോ, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. കുട്ടികളുടെ ഒരു പ്രശ്നമാണെന്ന് വെച്ചാൽ ഒരു കുട്ടി ഒരു സാധനം കാണുക, ഇപ്പോൾ ഒരു റീൽ എന്തെങ്കിലും കാണുമ്പോൾ ഭയങ്കര കളർഫുൾ ലൈഫാണല്ലോ ഈ കുട്ടി കാണുന്നത്. എല്ലാവരും ഭയങ്കര, പക്ഷെ അതിൽ കാണുന്നത് ഒരു ഫിൽറ്റേർഡ് ലൈഫാണ്, എല്ലാവരും ഫിൽറ്റർ ചെയ്തിട്ടുള്ള ഒരു ലൈഫാണ്. അപ്പോൾ ഈ കുട്ടി വന്ന് ഞാൻ മാത്രം ഇങ്ങനെ ഡ്രൈ ആയി ഒരു ദാരിദ്ര്യം പിടിച്ച ജീവിതം എനിക്ക് മാത്രം, ബാക്കി എല്ലാവരും ഭയങ്കര കളർഫുള്ളാണ്. സംഗതി കടം വാങ്ങി ഐഫോണും കാര്യങ്ങളൊക്കെ വാങ്ങിയതും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണുന്ന ഒരാൾക്ക് അവരുടെ ലൈഫ് ഭയങ്കര കളർഫുള്ളാണ്, ഇങ്ങനെ ഒരു തോട്ട് ഉണ്ടാവുകയാണ്. ഇപ്പോൾ എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കുട്ടി എന്തെങ്കിലും പോവും, സ്ട്രെസ്സിൽ പോകും. സ്വന്തം പാരൻസിനോട് ഈ കുട്ടിക്ക് ദേഷ്യം തോന്നും. എന്താ വെച്ചാൽ അവരൊക്കെ ഭയങ്കര റിച്ച്, എൻ്റെ പാരൻസ് കണ്ടില്ല ഇങ്ങനെ ഒക്കെ ഇങ്ങനെ വരുമ്പോൾ ഈ കുട്ടിക്ക് എന്താണ് ഇങ്ങനെ പ്രശ്നം. ഈ ഒരു പ്രശ്നത്തെ ആരാണ് അഡ്രസ്സ് ചെയ്യുക? പിന്നെ വീട്ടിൽ അഡ്രസ്സ് ചെയ്യണം ഒന്നുകിൽ, അല്ലെങ്കിൽ ടീച്ചേഴ്സ്. ഇങ്ങനത്തെ വിഷയം, അതായത് കുട്ടിയുടെ ഒരു പ്രശ്നമാണത്, അത് കുട്ടിയുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്നു. ഇങ്ങനെ ബാക്കിയുള്ള എല്ലാ ജീവിതം ഇങ്ങനെ കാണുകയല്ലേ. അതുപോലെ കുട്ടിക്ക് ഇപ്പോൾ പറയുന്നത് വെച്ചാൽ നമ്മുടെ പിന്നെ ഈ അറ്റൻഷൻ സ്പാൻ കുറയാണ്. ഇപ്പോൾ ഒരു പുസ്തകം വായിക്കാൻ നമുക്കറിയാം കുറച്ച് നേരം ഇരുന്ന് വായിക്കണം. അപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് എന്താണ് ഈ നമ്മുടെ ബ്രെയിൻ്റെ ഈ കപ്പാസിറ്റി കുറയാണ്, അങ്ങനെ വരികയാണ്. അപ്പോൾ കുട്ടിയുടെ അറ്റൻഷൻ സ്പാൻ കുറയുന്നു. ഇതിന് പരിഹാരം എന്താണ്? നമ്മുടെ സിലബസിൽ ഇതിനെന്താണ് പരിഹാരം എന്ന് പറയുന്ന കുറേ സംഗതി. പിന്നെ അവന് ഇത് പറയും, ഈ ടെക്നോഫിയറൻസ് പറയും. പിന്നെ അതായത് പിന്നെ കുട്ടികളായിട്ട് അതിനെ കുറിച്ചൊരു പുസ്തകമുണ്ട്. അത് കുട്ടികളായിട്ട് കളിക്കാൻ എന്തായാലും പേരൻസിന് ഇഷ്ടമല്ല. അപ്പോൾ ഇതിനും നോട്ടിഫിക്കേഷൻ വരും, നേരെ ഡിവൈസിൻ്റെ പിന്നാലെ പോകും. അപ്പോൾ അതിനാണ് ഈ ടെക്നോഫിയറൻസ് എന്ന് പറഞ്ഞാൽ ഇതിലും പറയും. അതായത് ഇപ്പോൾ ഭാര്യയും ഭർത്താവും, അപ്പോൾ പെട്ടെന്ന് ഇതുപോലെ നോട്ടിഫിക്കേഷൻ വന്ന് അതിന് മൂവ് ചെയ്യും. പിന്നെ അതുപോലെ മീറ്റിംഗ് ഒക്കെ ഇരിക്കുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിൽ നിന്ന് മാറും. ഇതിനൊക്കെ ടെക്നോഫിയറൻസ് എന്ന് പറയാം. ഇതൊരു പ്രശ്നമാണ്. അത് പിന്നെ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ വരും, കുട്ടികളായിട്ടുള്ള സംഗതികളിൽ പ്രശ്നം വരും. അപ്പോൾ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ, അതായത് ഡിജിറ്റൽ വേൾഡ് വളരെ മനോഹരമായൊരു കാലമാണ്. കാരണം യൂസ് ചെയ്യുന്നവർക്ക് നല്ല രസമായിട്ട് എന്ത് ചെയ്യുക, അതിനെ പോസിറ്റീവും ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കുന്നവർക്ക്. അല്ലാത്തവർക്ക് ഇങ്ങനത്തെ കുറേ അതിൻ്റെ നെഗറ്റീവ് സൈഡ് ഉണ്ട്. ആ നെഗറ്റീവ് സൈഡിനെ അതിനുള്ളൊരു പരിഹാരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റണം നമുക്കത്. അങ്ങനെ കുട്ടികളെ ഗൈഡ് ചെയ്യാനോ മറ്റോ പറ്റിയാൽ മാത്രമാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ സോൾവ് ആവുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ ഡിജിറ്റൽ ലോകത്തെക്കുറിച്ച് പറയുമ്പോഴേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നമ്മൾ ഇപ്പോൾ ശിക്ഷയെക്കുറിച്ചൊക്കെ ഇപ്പോൾ ധാരാളമായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഇഷ്യൂ ഉണ്ടായതിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ പിന്നെ സംസാരിച്ച് ശിക്ഷയെക്കുറിച്ചായിരിക്കും. ഭരണകൂടം എങ്ങനെയാണ് ഈ കുട്ടികളെ പരീക്ഷ എഴുതിപ്പിക്കണോ, ശിക്ഷിക്കണോ, അധ്യാപകർ ചൂരൽ വടി ഉപയോഗിക്കണോ, ഉപയോഗിക്കേണ്ടതില്ല, പാരൻസ് അടിച്ചാണോ വളർത്തേണ്ടത്, അടിക്കാതെയാണോ വളർത്തേണ്ടത്, മീൻസ് എങ്ങനെയാണ് കുട്ടികളെ തിരുത്തുക എന്നുള്ളത് വലിയൊരു ഡിബേറ്റായിട്ട് ഇപ്പം വളർന്നു വന്നുകൊണ്ടേയിരിക്കുന്നു തോന്നുന്നു. ഒരു വശത്ത് ഭരണകൂടം, പിന്നെ മറുവശത്ത് സ്കൂള്, പാരൻസ്. ഇതാണ് ഈ 3 ആളുകൾ എങ്ങനെയാണ് ഇവരെ ശിക്ഷ എന്ന മട്ടിൽ. എനിക്ക് തോന്നുന്നു അതിന് കുറച്ചും കൂടി നമ്മൾ ഇസ്ലാമിക വശം കൂടി മുൻനിർത്തിക്കൊണ്ട് നമ്മളൊരു ഡിസ്കസ് ചെയ്യണം തോന്നുന്നു. കാരണം എങ്ങനെയാണ് തിരുത്തുക, വർത്തമാനത്തിലൂടെയാണ് ചേർത്ത് പിടിക്കുക. ഇപ്പോൾ ഈ ആൺകുട്ടികളുമായി ബന്ധപ്പെട്ട വർത്തമാനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ പറഞ്ഞല്ലോ, നമ്മുടെ സ്ക്രീൻ ടൈം എന്നുള്ളത് ദാമ്പത്യ ജീവിതത്തിൽ മാത്രമല്ല പാരൻസുമായി ബന്ധപ്പെട്ടിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ആൺകുട്ടികളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴേ എനിക്ക് തോന്നാറ് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഇപ്പോൾ ഈ ആർത്തവത്തിൻ്റെയൊക്കെ സമയത്ത് പെൺകുട്ടികളുടെ മാനസികാവസ്ഥ അറിയുക ഒരു ഉമ്മക്കാണ്, ഒരു അമ്മക്കായിരിക്കും സ്വാഭാവികമായിട്ടും മൂഡ് ചേഞ്ചിങ്. ആ സമയത്തുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ ഇത് അനുഭവിച്ച ഒരു പെണ്ണെന്ന നിലയിൽ ഉമ്മക്കാണ് കൂടുതൽ അറിയുക. അതിനനുസരിച്ചിട്ട് അവളെ എന്ത് ചെയ്യണം, ഡീൽ ചെയ്യണം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വളർച്ചാ സമയത്ത് അവർക്കുണ്ടാകുന്ന ഒരു തരം ഹോർമോൺ ചേഞ്ചസിൽ അവർക്കുണ്ടാകുന്ന അങ്ങനെ ഉണ്ടല്ലോ ഈ വാലൻസ് എന്നൊക്കെ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരു തരത്തിൽ ഉപ്പ കൂടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് കൊണ്ടുപോയി ഡീൽ ചെയ്ത് സംസാരിച്ച് അങ്ങനെ ഉണ്ടല്ലോ അവരുമായി സമയം ചെലവഴിക്കുക എന്ന് പറയുന്നതൊക്കെ വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു. അപ്പോൾ ശിക്ഷ എന്ന് പറയുന്നതിനെ കുറിച്ച് ആളുകൾ ഇങ്ങനെ ഡിബേറ്റ് ചെയ്യുമ്പോൾ നമുക്കതെങ്ങനെയാണ് കുറച്ചും കൂടി കാര്യമായിട്ട് വർത്തമാനം പറയാൻ പറ്റുക ഒരു ഇസ്ലാമിക് കോൺസെപ്റ്റിൽ. ഇപ്പോൾ പിന്നെ ഈ സംഭവങ്ങളൊക്കെ നടന്ന സമയത്ത് വാർത്തകളുടെ അടിയിലുള്ള കമൻറ്റ് നോക്കിയാൽ അറിയാം, കൊന്നുകളയണം. അതായത് ഈ കുട്ടികൾ ചെയ്തതിനെ കൈകാര്യം ചെയ്യുന്നത് അധികം ആളുകൾ പുറം ലോകം കാണിക്കരുത്, കൊന്നുകളയണം. പിന്നെ ജുവനൈൽ ഹോമിൽ പോയാൽ അവിടെ ഉള്ള ഭക്ഷണത്തെക്കുറിച്ച് ബിരിയാണിയാണ് മറ്റേതൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചകളാണ്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് ശിക്ഷ എന്നുള്ളത് അവസാന പരിഹാരമാണ് ഏത് വിഷയത്തിലും. അത് കുട്ടികളുടെ കാര്യത്തിലായാലും മുതിർന്നവരുടെ കാര്യത്തിലായാലും ഇസ്ലാമിൻ്റെ ഒക്കെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. ശിക്ഷ എന്നുള്ളത് അവസാന പരിഹാരമാണ്. പ്രവാചകൻ്റെ അടുത്ത് തന്നെ പല സന്ദർഭത്തിൽ പല ശിക്ഷാ നടപടികളുമായി ബന്ധപ്പെട്ട് തെളിവുകൾ ഏകദേശം ഉണ്ടെങ്കിലും ശിക്ഷ ഇപ്പം നൽകേണ്ടതില്ല, പശ്ചാത്തപിച്ച് മടങ്ങട്ടെ,
അതായത് ഒരു നല്ല ജനറേഷനെയും നല്ല വ്യക്തിയെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനം. അതിൽ ഒരു രക്ഷയുമില്ല. ഇവനെ കൊണ്ട് സാമൂഹിക അന്തരീക്ഷവും സാമൂഹിക അന്തരീക്ഷത്തിന് ബാധിക്കുന്ന രീതിയിലേക്ക് ഇത് പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ മാത്രമാണ് ശിക്ഷാ നടപടിയിലേക്ക് പോകുന്നത്. അത് നമ്മൾ കുട്ടികളുടെ കാര്യത്തിലും അത് തന്നെയാണ് വേണ്ടത്. ആദ്യം തന്നെ അടിച്ചിട്ടല്ല കുട്ടിയെ തിരുത്തേണ്ടത്. പ്രവാചകൻ നിസ്കാരത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പറയുന്ന 7 വയസ്സ് മുതൽ പരിശീലിപ്പിക്കുക. 3 വർഷക്കാലം കുട്ടിയെ പരിശീലിപ്പിച്ചിട്ട് 10 വയസ്സായിട്ടും നേരെയാവുന്നില്ലെങ്കിൽ അടിച്ചോ. അതായത് 7 വയസ്സാകുമ്പോൾ സാധാരണ നമ്മളെ പേരൻസൊക്കെ ഉണ്ട്, 7 വയസ്സാകുമ്പോൾ പറയും നിസ്കരിക്കണം, പിന്നെ 10 വയസ്സാകുമ്പോൾ വടിയെടുത്ത് ഇറങ്ങുക ചെയ്യുക. അതിന് പകരം 7 വയസ്സ് മുതൽ നിരന്തരം നിസ്കാരത്തിലേക്ക് ചേർത്ത് പിടിച്ച് കുട്ടി കൊണ്ടുവന്ന് 10 വയസ്സാകുമ്പോൾ റെഡിയാവും. നോർമലി ഏത് കുട്ടിയും 10 വയസ്സാകുമ്പോഴത്തേക്ക് നിസ്കാര ഉദാഹരണം മാത്രമാണ്. ശരിക്ക് എല്ലാ മൂല്യങ്ങളും ഇത് ഇത്ര പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം എന്നാണ്. എന്നിട്ട് ആ മൂല്യം ഇല്ലാതാവുമ്പോഴേ നമ്മളത് പറഞ്ഞ ഇത് ആ മൂല്യം പ്രാക്ടീസ് ചെയ്യിക്കാൻ ഒന്നും ചെയ്യുന്നില്ല. ലഹരിയുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ്, എല്ലാം അവൈലബിൾ ആണ്. സർക്കാരിന്റെ പോളിസി ഇപ്പൊ സർക്കാർ പറയുന്നത് കള്ള് വേറെ ലഹരി വേറെ. അപ്പൊ കള്ളിന്റെ എഫക്റ്റും ഈ മയക്കുമരുന്നിന്റെ എഫക്റ്റ് ഒക്കെ വേറെ ആയിരിക്കും, ശാസ്ത്രീയമായിട്ട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ലഹരിയോടുള്ള നിലപാട് അതിൽ നിന്നാണ് രൂപപ്പെടുക. ഇപ്പോൾ ഒരാൾ ലഹരി ഉപയോഗിക്കുക, കള്ളായാലും മയക്കുമരുന്നായാലും ഒക്കെ അടിസ്ഥാനം ലഹരിയാണല്ലോ. ഈ ലഹരി എന്ന് പറയുന്നതിനോടുള്ള നിലപാട് ഒരാൾ രൂപപ്പെടുത്തുന്നത് ഈ പോളിസിക്ക് അനുസരിച്ച്. അപ്പോൾ സർക്കാരിൻ്റെ പോളിസി ഈ മദ്യം ഒഴുക്കുക എന്ന് പറയുന്ന ഒരു പോളിസി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് പറഞ്ഞ പോലെ ഈ പറഞ്ഞ സാഹചര്യം കാര്യമില്ലല്ലോ. അപ്പം അതിൽ ഇപ്പോൾ അതിൽ മറ്റൊരു സംഗതി എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ മാതിരി ഒരാളുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് ശരിക്കും ഒരു മാറ്റം എന്ന് പറയുന്ന ഒരു സാധനം അടിസ്ഥാനം ഉള്ളിൽ നിന്ന് വരാം. ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ച് അതിൽ നിന്ന് മാറിയ റിപ്പോർട്ടർ ചാനലിൽ ഒരു അഭിമുഖം വന്നു. നിസാം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ. അവൻ പറയുന്നൊരു പോയിന്റ് ഉണ്ട്. അവൻ പറയാണ് ഉപദേശങ്ങൾ കൊണ്ടോ ബോധവൽക്കരണം കൊണ്ടോ ഒന്നും ഡി അഡിക്ഷൻ കൊണ്ടോ ഒന്നും മാറില്ല, നമുക്ക് തോന്നണം. ഈ തോന്നലുണ്ട്. അപ്പോൾ ഈ തോന്നലുണ്ടാക്കൽ വളരെ പ്രധാനമാണ്. അപ്പോൾ അതിലിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ കളർഫുൾ ലൈഫ് റീൽസിലൂടെ കാണുമ്പോൾ ഇതാണ് ശരിക്കും ലൈഫ് എന്ന് സ്വാഭാവികം ആലോചിച്ച് പോവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരം എന്നുള്ള ജീവിത കാഴ്ചപ്പാട് ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ ജീവിത കാഴ്ചപ്പാട് മനുഷ്യന്മാർക്ക് ഉണ്ടാവണം. അതെവിടെ നിന്ന് ഉണ്ടാവുക വെച്ചാൽ ഇതേമാതിരി വീട്ടിൽ നിന്ന് രൂപപ്പെടേണ്ട ഒരു കാര്യമാണ്. അതായത് ലൈഫിനെ കുറിച്ച് കാഴ്ചപ്പാട്. ഇപ്പോൾ ഇസ്ലാം അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഇസ്ലാം ഒരു മനുഷ്യനിൽ മൂല്യങ്ങൾ സൃഷ്ടിക്കുന്നത് ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ടാക്കിയിട്ടാണ്. ഇപ്പോൾ ദൈവത്തെക്കുറിച്ച്, മനുഷ്യനെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, ചുറ്റുമുള്ള സാമൂഹിക ബന്ധത്തെക്കുറിച്ച്, ഭൗതിക ലോകത്തെക്കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള അടിസ്ഥാനപരമായ ഒരു ധാരണ മനുഷ്യന്മാരിൽ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. ആ ധാരണകളാണ് ഇവർക്ക് ഈ നിലപാടെടുക്കുന്നതിനെ സഹായിക്കുക. അപ്പോഴാണ് ഓരോന്ന് കാണുമ്പോൾ അതിനെ നമ്മളുടെ ഒരു ജീവിത നിലപാടുമായിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ട് അതിനെ മനസ്സിലാക്കാൻ കഴിയുക. പക്ഷെ അതുണ്ടാക്കി കൊടുക്കാൻ എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പോൾ പറഞ്ഞവരെ അതിലേറ്റവും പ്രധാനപ്പെട്ട റോള് പാരൻസിനാണ്. മറ്റൊന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കൂട്ടായ്മകളാണ്. ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നതാണല്ലോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഈ കൗമാരപ്രായത്തിൽ എല്ലാം നിർണ്ണയിക്കുന്നത് ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ അതിൽ നല്ല കൂട്ടുകെട്ടുണ്ടാവുക തന്നെ ഏറ്റവും പ്രധാനം. നല്ല കൂട്ടുകെട്ടുണ്ടാവും. അപ്പോൾ അത്തരം ഒരുപാട് കൂട്ടുകെട്ടുകളും അത്തരം ഒരുപാട് കൂട്ടായ്മകളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ അതിലൊക്കെ വളരെ കുറച്ച് ആളുകൾ ഉണ്ടാവുള്ളൂ. കാരണം അതിനോട് വലിയ താല്പര്യം ആളുകൾക്ക് ഉണ്ടാവില്ല. ചില രക്ഷിതാക്കൾക്ക് തന്നെ താല്പര്യം ഉണ്ടാവും. രക്ഷിതാക്കൾ ചിലപ്പോൾ പഠിക്കുന്ന കാലത്തൊക്കെ പറയും പഠിച്ചാൽ മാത്രം മതി, മറ്റു കാര്യങ്ങൾക്കൊന്നും പോകണ്ട. അനുഭവം ഉണ്ട്. കാരണം ചില രക്ഷിതാക്കളൊക്കെ പിന്നെ പറയും എൻ്റെ മോനെ നിങ്ങൾ ഇതാക്കണം. അപ്പോൾ ഇതെന്താ വെച്ചാൽ ചെറുപ്പം മുതലേ ഇത്തരം നല്ല കൂട്ടായ്മകൾ ഉണ്ടാവുക, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവുക. കാരണം ആ നല്ല സൗഹൃദങ്ങളിൽ നിന്നാണ് ഇത്തരം മൂല്യങ്ങൾ പകരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി അതിൽ പ്രധാനമാണ് തോന്നുന്നു. ഇത് വളരെ പ്രധാനമാണ്. അതായത് മെൻറ്ററിങ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയി നടക്കേണ്ട സാധനമാണ്. ഒരു കുട്ടിയെ മെൻറ്റർ ചെയ്യുക എന്നുള്ളത് ഒരു സമയത്ത് മെൻറ്റർ ചെയ്ത് അങ്ങ് വിടുക എന്നുള്ളതല്ല. ചെറുപ്പത്തിലേ മെൻറ്റർ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമാണ് ഒരു ഘട്ടം എത്തുമ്പോൾ നമുക്ക് ഒരു പ്രൊഡക്റ്റായി അവനെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇത് ഒരു സമയത്ത് പഠിക്കാൻ അങ്ങോട്ട് മാറ്റിയിരുത്തുക, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു മേഖലയിലേക്ക് തിരിയുക, പിന്നെ ദീനീ വിദ്യാഭ്യാസമൊക്കെ പിന്നെ കൊടുക്കുക. അങ്ങനെ ഒരു കുട്ടീനെയും എന്ത് ചെയ്യാൻ കഴിയില്ല, മാറ്റാൻ കഴിയില്ല. നേരെ മറിച്ച് മെൻറ്ററിങ് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഈ ഓരോ സമയവും കുട്ടിയെ വീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യണം, പിന്നെ അവനിലുള്ള ചേഞ്ചസ് തിരിച്ചറിഞ്ഞ് ഏതിലേക്കാണ് പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് എന്ത് ചെയ്യണം, മെൻറ്ററിങ് കൊടുത്തുകൊണ്ടിരിക്കണം. വലിയ സാധ്യതകളാണല്ലോ പുതിയ ലോകം തുറക്കുന്നത്. ഒരു കുട്ടി ഇപ്പോൾ മനുഷ്യന്മാർ തന്നെ ഏറ്റവും കഴിവുള്ള ജീവിയാണല്ലോ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ പുതിയ കാലത്ത് എത്രയോ സാധ്യതകൾ മുന്നിലുണ്ട്. ഒരാൾക്ക് എന്തോ ഒരു കഴിവുണ്ട്. മുമ്പൊന്നും അങ്ങനെ ഇപ്പോൾ ഒരു കഴിവുള്ള ആൾക്ക് അത് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ കുറവായിരുന്നു, സ്റ്റേജുകളും സാധനങ്ങളൊക്കെ കുറവായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല.
പക്ഷേ അത് രക്ഷിതാക്കൾ മനസ്സിലാക്കുക, സമൂഹം മനസ്സിലാക്കുക, അധ്യാപകർ മനസ്സിലാക്കുക. അപ്പോൾ ഒരു കുട്ടി, ഇപ്പോൾ എല്ലാവർക്കും വ്യത്യസ്ത കഴിവുകളായിരിക്കുമല്ലോ. ഇപ്പോൾ പാഠപുസ്തകങ്ങളിൽ പഠിക്കുന്നവർ മാത്രം നല്ലൊരു അല്ല, ഓരോ കുട്ടിക്കുള്ള ഏതൊരു കഴിവ് അതിനെ പ്രകടിപ്പിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. ടെക്നോളജി അതിനുള്ള സാധ്യത ഉണ്ട്. അതിലേക്ക് അവനെ എത്തിച്ചാൽ ഈ ഒരാളെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണല്ലോ. ഒരാളിലുള്ള നന്മകളെ, ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ തെർബിയത്തി, സംസ്കരണ രീതികളെക്കുറിച്ച് കുറേ പഠനമുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് റസൂൽ എപ്പോഴും ചെയ്തിരുന്നത്. ആളുകൾക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ ഒരാളിൽ എന്തോ ഒരു നന്മ ഉണ്ടെങ്കിൽ ആ നന്മനെ എടുത്തു പറയും, മറ്റുള്ളവരോട് പറയും. ഇന്ന ആൾക്ക് ഇന്ന നന്മ ഉണ്ടെന്ന് മറ്റുള്ളവരോട് പറയാം, അയാളോട് പറയാം. ഇപ്പോൾ ചില സഹായിമാർക്കൊക്കെ റസൂല് പേര് നൽകിയിട്ടുണ്ടല്ലോ, ചിലവർക്ക് വെളിപ്പേര് നൽകിയിട്ടുണ്ട്. ആ വെളിപ്പേര് പരിശോധിച്ചാൽ കാണാൻ കഴിയും അത് അവരിലുള്ള ഒരു ഗുണമാണ്. അവരിലുള്ള ഒരു നല്ല ഗുണത്തെ വെച്ചിട്ട് ഫാറൂഖ്, സിദ്ദീഖ്, സിറുൻ, ഇങ്ങനെ ഓരോ പേരുണ്ട്. അപ്പോൾ ശരിക്കും അത് അവരിലുണ്ടാക്കുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. ഇതുപോലെ കുട്ടികളിൽ ഈ പറഞ്ഞ പോലെ പല ഗുണങ്ങളും ഉണ്ടാവും. അപ്പോൾ ആ ഗുണങ്ങൾ ഏതാണെന്ന് ആ കുട്ടിയെ തന്നെ പ്രോത്സാഹിപ്പിച്ചാൽ, അവനതിൻ്റെ വഴി പറഞ്ഞു കൊടുത്താൽ അതിനൊരുപാട്, ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഒരക്ഷരം പോലും സംസാരിക്കാതെ സോഷ്യൽ മീഡിയയിൽ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടാക്കുന്ന ചില സെലിബ്രിറ്റീസ് ഉണ്ടല്ലോ. അവരൊരു വാക്ക് പോലും പറഞ്ഞിട്ടുണ്ടാവില്ല, അവരുടെ ചില ഭാവങ്ങളിലൂടെയാണ് അവർ മില്യൺ കണക്കിന് ആൾക്കാരുണ്ടാക്കുന്നത്. അപ്പോൾ അത്രയും സാധ്യത ഉണ്ട്. പക്ഷെ ആ സാധ്യത തന്നെ ഈ പറഞ്ഞ പോലെ വഴിതിരിച്ചു വിടുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട. അതെനിക്ക് തോന്നുന്നത് അതിൽ നമ്മൾ ഒരു കാര്യം കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഏകദേശം ഒന്ന് നിർത്താൻ തോന്നും. അതിലെ ഈ പറഞ്ഞതുപോലെ പിന്നെ ചില മൂല്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ഇപ്പം നന്മ, കാരുണ്യം. എനിക്ക് തോന്നുന്നു ഇവിടെ 10 പോയിന്റ് വായിച്ചതിലധികം അതുണ്ട്. നന്മ, സിമ്പതി ഉണ്ടാക്കുക, ദയ ഉണ്ടാക്കുക, കാരുണ്യം ഉണ്ടാക്കുക. പ്രളയത്തിൻ്റെ സമയത്തൊക്കെ നമ്മൾ കൗമാരക്കാരെ കുറേ കൂടി ആഘോഷിച്ചത് ഈ പേര് പറഞ്ഞിട്ടായിരുന്നു. കാരണം യൂത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, അവർ വാട്സപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിക്കുന്നു, നാട്ടുകൂട്ടങ്ങൾ, അഥവാ ഡിജിറ്റൽ വെച്ച് തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ സ്ക്രീൻ ഉപയോഗിച്ച് തന്നെ അവർ ഒരുപാട് സഹായങ്ങൾ ഉണ്ടാക്കുന്നു, ധാരാളം കണക്കിന് മനുഷ്യരിലേക്ക് ഇവരെത്തുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ നല്ലത് എന്ന് പറയുന്ന മൂല്യങ്ങൾ, അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നിലവിലൊരു ലിബറലിസത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, അതുകൂടി നമ്മൾ ഡിസ്കസ് ചെയ്യണം തോന്നുന്നു. എന്ന് പറഞ്ഞാൽ വ്യക്തി സ്വാതന്ത്ര്യത്തിനെക്കുറിച്ച് ഇപ്പം ലഹരി ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനോട് എന്ത് നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് വെച്ചാൽ അത് ഹാം പ്രിൻസിപ്പിളിനെ കുറിച്ചിട്ടാണ് പറയുക. അത് അവൻ എവിടെയോ മൂലക്കിരുന്ന് മദ്യപിക്കുന്നതിന് നിങ്ങൾക്ക് ഉപദ്രവമില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാണ് അതിനെക്കുറിച്ച് പറയുന്നത് എന്ന സാധനം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പക വീട്ടാനുള്ളതാണ്. വല്ല നന്മയും ചെയ്യുന്ന മനുഷ്യനെ കുറിച്ച് നന്മമരം എന്ന് പറയുക, അവർ കമൻ്റ് തന്നെ എന്ത് ചെയ്യും, ആ കുട്ടീനെ ബാക്കോട്ട് എടുപ്പിക്കും. ഇങ്ങനെയുള്ള ചില വ്യക്തിവാദങ്ങൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളെ ഏതോ ഒരു അർത്ഥത്തിൽ പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിൽ വളരെ പ്രധാനമാണെന്ന് തോന്നുന്നത്. അതിൻ്റെ വലിയ അപകടം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ പറഞ്ഞല്ലോ, ഇപ്പോൾ ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങൾ അവർ ചെയ്യട്ടെ, അതിൽ മറ്റുള്ളവർ ഇടപെടേണ്ടതില്ല എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഭയങ്കര ഒരു ജനാധിപത്യമാണെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒരാൾക്കൊരു ഗൈഡൻസ് കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ഇപ്പം നമുക്കിപ്പോൾ പറയല്ലോ, മൂല്യം എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, സത്യം, ദയ, കാരുണ്യം എന്ന നീതി എന്നൊക്കെ പറയുന്ന മൂല്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ മൂല്യങ്ങൾ എങ്ങനെയാണ് കൊടുക്കുക? അപ്പോൾ ഒരാളിൽ ആ മൂല്യങ്ങൾക്ക് വിരുദ്ധമായൊരു കാര്യം കാണുമ്പോൾ അതിൽ മറ്റൊരാൾക്ക് ഇടപെടാനുള്ള സ്പേസ് കുറഞ്ഞു വരുന്നുണ്ട്. കാരണം ഈ പറയുന്ന വ്യക്തിവാദങ്ങളൊക്കെ ശക്തമാകുന്നതുകൊണ്ട് മറ്റൊരാളുടെ ലൈഫിൽ എന്തിനാണ് അതിന് മോശമായ രീതിയിൽ ജഡ്ജ് ചെയ്യുന്നതും അങ്ങനെ ഉപദേശിക്കുന്നതും ശകാരിക്കുന്നതും ഒക്കെ പ്രശ്നം തന്നെയാണ്. അതേസമയം നല്ല രീതിയിൽ ഒരാൾക്ക് ഗുണകാംക്ഷയാകുന്ന രീതിയിൽ ഒരാൾക്ക് ഗൈഡൻസ് കൊടുക്കുക. അപ്പോൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി കൂടി ഇതാണ്. കാരണം വിദ്യാർത്ഥികളിൽ പല പ്രശ്നങ്ങളും കാണുമ്പോൾ അധ്യാപകർ ഇടപെടില്ല. കാരണം ഇടപെട്ടാലുള്ള പ്രശ്നം ഈ പറഞ്ഞ രൂപത്തിൽ അതിൽ രക്ഷിതാക്കൾക്കും പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു കുട്ടി അധ്യാപകനെ കുറിച്ചൊരു പരാതിയായിട്ട് വരുമ്പോൾ രക്ഷിതാക്കൾ അതിൻ്റെ മറ്റൊന്നും അന്വേഷിക്കാതെ കുട്ടിയുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷയമുണ്ട്. കുട്ടിയുടെ ഭാഗത്ത് നിൽക്കണം, അതേസമയം ആ വിഷയത്തെ മനസ്സിലാക്കണമല്ലോ അധ്യാപകന്. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പോക്സോ നിയമം, ഈ പോക്സോ നിയമം വളരെ പ്രധാനമാണ്. കാരണം കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള വളരെ ശക്തമായൊരു നിയമമാണത്. പക്ഷെ അതിനെ വലിയ അർത്ഥത്തിൽ ദുരുപയോഗപ്പെടുത്തുന്ന ഒരു പ്രശ്നം അതിലുണ്ട്. കാരണം അത്തരം പലരും അതിൽ ഇങ്ങനെ പകപോക്കാൻ വേണ്ടിയിട്ട്, ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതിനെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ അധ്യാപകർക്കൊക്കെ കുട്ടികൾ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളതിലൊന്നും ഇടപെടണം, നമ്മൾ ജോലി ചെയ്യുക, ശമ്പളം വാങ്ങുക, ഇത് വേറൊരർത്ഥത്തിലൊരു ഇതാണ് തോന്നുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ പോസ്കോ ഇതൊക്കെ ഉണ്ടാക്കിയ ഒരു സാധനം എന്ന് വെച്ചാൽ, നമുക്കൊക്കെ നമ്മളുടെ ഒരു ജനറേഷൻ എനിക്ക് തോന്നുന്ന ടീച്ചേഴ്സും കുട്ടികളെന്ന് പറഞ്ഞാൽ ഉപ്പയും മക്കളൊക്കെ പോലെ, അല്ലെങ്കിൽ ഉമ്മയും മക്കളൊക്കെ പോലെ ബന്ധമുള്ള ചില ടീച്ചേഴ്സെങ്കിലും ഉണ്ടാവും. ഒരു കുട്ടിക്ക് ഒരു ടീച്ചറെങ്കിലും അങ്ങനെ ഒരു ബന്ധമൊക്കെ ഉണ്ടാവും. ഇപ്പം അതുണ്ടാവുന്നില്ല. ടീച്ചേഴ്സ് തന്നെ പറയും, എന്തിനാ വെറുതെ പോയിട്ട് നമ്മൾ തലയിടുന്നത്, വെറുതെ തലയിട്ടിട്ട് നമുക്ക്
തന്നെ പണിയാകും. അതുകൊണ്ട് ഞങ്ങൾ അതിനൊന്നും ഇടപെടാൻ നിൽക്കില്ല, അവരെന്തെങ്കിലും ആയിക്കോട്ടെ, ഞങ്ങൾ ഞങ്ങളുടെ ജോലി എന്നുള്ള രീതിയിലേക്ക് ടീച്ചേഴ്സ് പോകുന്ന അവസ്ഥ. മെന്റാലിറ്റി മനസ്സിലാക്കിയിട്ട് എങ്ങനെ അവരിൽ ശരിക്കും അതിൽ എനിക്ക് തോന്നുന്നത് ഈ കുടുംബ സംവിധാനം ഉണ്ടല്ലോ, അത് ഒന്നുകൂടി എന്താ പറയുക, പിന്നെ കുടുംബത്തിൽ കുട്ടികളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണല്ലോ, കുട്ടികൾ കണ്ടു പഠിക്കുകയാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ കുട്ടികൾക്ക് പാരൻസിന് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ പാരൻസ് എന്ത് ചെയ്യുന്നു എന്നുള്ള സംഗതി അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യും. അപ്പോൾ ഈ കുടുംബ സംവിധാനം അപ്പോൾ പറയൽ പിന്നെ എന്താ ഒന്നിച്ചുള്ള ഫാമിലി ടൈമുകൾ ഉണ്ടാവണം. അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ ഡിവൈസിലാവുക എന്ന രീതിക്ക് മാറാതെ ഒന്നിച്ച് കുക്ക് ചെയ്യാം, കുട്ടികളായിട്ട് ഒന്നിച്ച് കുക്ക് ചെയ്യുക, ഒന്നിച്ച് സംസാരിക്കുക, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക. അങ്ങനെ അതായത് ചില സ്ഥലങ്ങൾ എന്തല്ല ഡിവൈസ് ഫ്രീ ആവണം. പിന്നെ ചിലപ്പോൾ ഉറങ്ങുന്ന റൂമിൽ ഡിവൈസ് കയറ്റില്ലാന്ന് തീരുമാനിക്കുക, ഭക്ഷണം കഴിക്കുമ്പോൾ ഡിവൈസ് ഉണ്ടാവില്ല തീരുമാനിക്കുക. ഇങ്ങനെ കുറേ ഫാമിലി ടൈം ഉണ്ടാവുകയും ഈ ഫാമിലി ടൈമിൽ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ വാല്യൂസ് അതിനും പാരൻസ് പഠിക്കണം ഈ സംഗതികളൊക്കെ. പിന്നെ അങ്ങനെ കേപ്പബിൾ ആയ പാരൻസിന് അതൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഫാമിലി ടൈമിനെ കുറേ കൂടി പിന്നെ ഇപ്പോൾ പറഞ്ഞു ടീച്ചേഴ്സിന് ഇങ്ങനത്തെ കുറേ ലിമിറ്റേഷൻസ് ഇപ്പം ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫാമിലിയിൽ അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുകയാണെന്ന് വെച്ചെങ്കിൽ മാത്രമാണ് അതിനൊരു സൊല്യൂഷൻ. നേരെ തിരിച്ചുകൊണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ മുമ്പ് കാലത്തെ തലമുറയിലെ രക്ഷിതാക്കളും മക്കളും ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ തന്നെ എന്തോ ഒരു അകൽച്ച, പേടി, അതൊക്കെ മാറിയിട്ടുണ്ട്. കുറച്ചുകൂടി ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഉണ്ട്. പക്ഷെ വേറൊരു പ്രശ്നം വെച്ചാൽ അതിനെ പ്രകടിപ്പിക്കുക. പിന്നെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം പറഞ്ഞാൽ സ്കിൻ ഹങ്ങർ എന്ന് പറയും. വെച്ചാൽ ചെറുപ്പത്തിൽ നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യും, നന്നായി ലാളിച്ച്, പിന്നെ ഇവരിങ്ങനെ വലുതാകും തോറും ഒരു ചെറിയൊരു അകൽച്ച വരും. അതാണ് പറഞ്ഞത് സ്കിൻ ഹങ്ങർ എന്ന് പറയാം. വെച്ചാൽ ഏതൊരു കുട്ടിയും ഒരു ആശ്ലേഷം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓൺലൈൻ ലോകത്താവുമ്പോൾ ഈ സംഗതി ഇല്ല. അതുകൊണ്ടാണ് ഓൺലൈനിൽ ഫ്രണ്ട്സിനെ തേടി പോകുന്നത്. അപ്പോൾ ആ കുട്ടി വേറെ വേറെ ഒരു ലോകത്തായി പോകും. അപ്പോൾ ഈ കുട്ടിക്ക് ഒരുപാട് മെൻ്റൽ ഹെൽത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനൊന്നും പരിഹരിക്കാൻ എന്ത് ചെയ്യില്ല, പറ്റൂല. അപ്പോൾ ആ ഒരു ഇത് എന്ത് ചെയ്യണം, അതിനെ എങ്ങനെയെങ്കിലും പാരൻസ് അത് നേരത്തെ പറഞ്ഞ പോലെ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളൊരു സംഗതിയാണ് അതിൽ വേണ്ടി വരിക. അതാണ് അരമണിക്കൂർ കൊണ്ടൊന്നും നമുക്ക് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഓരോ സബ്ജക്റ്റും ഇതിൽ വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്ത ഓരോ സബ്ജക്റ്റ്, ഇപ്പോൾ സമൂഹം, ഭരണകൂടം, പാരൻറ്റിങ്, അധ്യാപകർ, വിദ്യാഭ്യാസം, സിലബസ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്, സിനിമ, ലഹരി, അപ്പോൾ ഈ മൂല്യങ്ങൾ, സംഘടനകൾ, കൂട്ടായ്മകൾ, ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഓരോ സബ്ജക്റ്റും വളരെ ഡെപ്തുള്ള കാര്യമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്തരത്തിലുള്ള സജീവമായ ചർച്ചകൾ തീർച്ചയായിട്ടും നടക്കണം. കാരണം ഓരോ ന്യൂസും വരുന്ന സമയത്ത് അതിൽ ഞെട്ടുക, അതിൽ കമൻ്റ് ഇടുക, പിന്നെ വേറൊരു വിഷയങ്ങളും അതിലേക്ക് പോവുക, ജനറേഷനെ കുറ്റം പറയുക, അവരെ പ്രതിക്കൂട്ടിൽ നിർത്തുക. അവർ നമ്മുടെ മുമ്പിൽ വളർന്നു വരുന്ന, നമ്മളാണ് അവരെ വളർത്തിയത്, നമ്മളിലൂടെയാണ് അവർ വളരുന്നത്. അപ്പോൾ പറഞ്ഞതുപോലെ വയലൻസുള്ള സിനിമകൾ ആരാ ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ ഇവരല്ല ഉണ്ടാക്കിയത്. ഈ ആൽഫയും ജൻസിയും എല്ലാം അത് ഉണ്ടാക്കിയത് വേറൊരു ടീമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയാണോ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന അവരല്ല അത്തരം സിനിമകളിലും അത്തരം ലഹരിയുമായി ബന്ധപ്പെട്ട നിലപാട് സ്വീകരിക്കുന്നവരാണ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഓരോ വിഷയത്തെക്കുറിച്ചും ഡീപ്പായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാവണം. മാറ്റങ്ങൾ വരുത്തേണ്ടടുത്ത് മാറ്റങ്ങൾ വരുത്തണം. ഓരോ സംഭവം ഉണ്ടാകുമ്പോഴും മാത്രം ഞെട്ടൽ രേഖപ്പെടുത്തുക, കമൻറ്റുകൾ ഇടുക, ആ സമയത്ത് പ്രതികരിക്കുക, ഡിസ്കഷൻ ഉണ്ടാവുക എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ തലമുറയാണ്, ഭാവിയുടെ തലമുറയാണ്. നിലവിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇസ്ലാം അതിനങ്ങനെ തന്നെയാണല്ലോ വിശദീകരിക്കുന്നത്. ഖുറാത്തായിൻ കൺകുളിർമയുള്ള സന്താനങ്ങളാക്കിയിട്ട് അത് സമൂഹത്തിനുണ്ടാവണം, അധ്യാപകർക്ക് അവരെ കാണുമ്പോഴുണ്ടാവണം, കുടുംബാന്തരീക്ഷത്തിൽ അവരുടെ വളർച്ചയിൽ നമുക്ക് ഭയങ്കരമായ സന്തോഷവും ആനന്ദവും അനുഭവപ്പെടണം. ഇത്തരത്തിലുള്ള ഒരു ടീമായിട്ട് മക്കളായിട്ട് തീർച്ചയായിട്ടും അവരെ വളർത്താൻ റബ്ബ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ് ഇത്തരം ഡിസ്കഷൻ കൂടുതൽ ഫലപ്രദമായി മുന്നോട്ട് പോകണം എന്നതാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.